ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും ഈ ശുശ്രൂഷകളിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സാത്താൻ നമ്മെ തോൽപ്പിക്കരുത് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. ആ ബൈബിൾ പഠിപ്പിക്കുന്ന ആ പഠനം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ ഒരാഗ്രഹമാണ്. പിശാച് നമ്മെ തോൽപ്പിക്കരുത്. എന്തുകൊണ്ടാണ് പിശാച് നമ്മെ തോൽപ്പിക്കരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നത്? ഒന്ന്, അത് ദൈവത്തിൻ്റെ ആഗ്രഹമായതുകൊണ്ടാണ്. തോൽപ്പിക്കരുത് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്താകണമെന്നാണ് ബൈബിൾ അതിനകത്തുകൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നത്? ജയാളികളാകണമെന്നാണ്. ജയിക്കാൻ വേണ്ടി ജനിപ്പിച്ചവരാണ് നമ്മളെല്ലാവരും. ജയിക്കാൻ വേണ്ടി ജനിപ്പിച്ചവരാണ്, ജയിക്കാൻ വേണ്ടി സൃഷ്ടിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. പക്ഷേ മനുഷ്യൻ്റെ ലൈഫിനകത്ത് പരാജയത്തിൻ്റെ ഒരു എൻട്രി നടന്നുപോയി. ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിശക്തമായൊരു ആലോചന കർത്താവ് നിങ്ങളോട് ഞാൻ ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗം എനിക്ക് കൈമാറുന്നത് എനിക്കറിയാം. ജയിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്നാൽ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഉറ്റുനോക്കുമ്പോൾ വിശുദ്ധ ബൈബിൾ നമുക്കതിനൊരു ഒരു വഴി കാണിച്ചു തരുന്നു. വീണുപോയ മനുഷ്യൻ വീണുപോയ വഴിയെ കാണിച്ചു തരുന്നു. ക്ലിയർ? വീണുപോയ മനുഷ്യൻ വീണുപോയ വഴിയെ കാണിച്ചു തരുന്നു. ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിനകത്തും രണ്ട് വഴികളുണ്ടാകും. പല വഴികളുണ്ട്, പക്ഷെ പ്രധാനമായി രണ്ട് വഴികളുണ്ടാവും. ഒന്ന്, അവൻ വീണുപോയ വഴി. രണ്ട്, യേശു അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന വഴി. ഈ രണ്ട് വഴികളെല്ലാം മനുഷ്യൻ്റെയും ജീവിതത്തിലുണ്ടാകും. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോഴും മനുഷ്യൻ വീണു പോയ വഴിയെ നമുക്ക് പഠിക്കാൻ കഴിയും. രണ്ട്, മനുഷ്യൻ രക്ഷിക്കപ്പെട്ട വഴി പഠിക്കാൻ കഴിയും. ഞാൻ തുടക്കത്തിലൊരു കാര്യം പറഞ്ഞു. മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് ഒരു എൻട്രി നടന്നുപോയി. എന്താ? ഒരു പ്രവേശനം നടന്നുപോയി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവേശനമല്ല. ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ ഏദൻ എന്ന തോട്ടത്തിലേക്ക് ആദ്യം ഒരു എൻട്രി ഉണ്ടായി. ആ എൻട്രിക്ക് ശേഷം ഹവ്വ എന്ന സ്ത്രീയിലേക്ക് ഒരു എൻട്രി ഉണ്ടായി. സാത്താൻ്റെ എൻട്രി. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയമായിരിക്കുന്ന കക്ഷിയുടെ ഒരു പ്രവേശനം, സാത്താൻ്റെ, പിശാചിൻ്റെ, തന്ത്രകൻ്റെ ഒരു പ്രവേശനം ഉണ്ടായി, ഒരു എൻട്രി ഉണ്ടായി. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവായ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറത്താക്കണം. അകത്ത് കയറിയതിനെ പുറത്താക്കാനുള്ളൊരു അധികാരം പ്രാപിച്ചെടുക്കുന്നിടത്താണ് ഒരു മനുഷ്യൻ്റെ ആത്മീയവും ഭൗതികവുമാകുന്ന മേഖലകളിൽ വിടുതലിൻ്റെ ആരംഭം ഉണ്ടാകുന്നത്. സാത്താൻ പുറത്തു പോയാൽ ഉടൻ അവിടെ ഭയങ്കരമായ വളർച്ചയല്ല. സാത്താൻ പുറത്തു പോയാൽ നിനക്ക് എങ്ങനെ വളരാമെന്ന് സ്വർഗം നിനക്ക് ബുദ്ധി തരും. ആമേൻ. ഒരു എൻട്രി ഉണ്ടായി. ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് പറയുകയാണ്. ഞാൻ ഈ മെസ്സേജ് തുടങ്ങുമ്പോൾ തന്നെ പലർക്കും ഞാൻ അങ്ങോട്ടേക്ക് വെച്ച് തരികയാണ്. ഈ ദൂതിൻ്റെ ആ ഒരു സീക്വൻസ് ഞാൻ നിങ്ങളുടെ പക്കലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഇന്ന് നിന്റെ ജീവിതത്തിനകത്ത് പ്രവേശിച്ചിരിക്കുന്ന സകല ഇരുട്ടിൻ്റെ ശക്തികളെയും ശാസിക്കാൻ ദൈവം നിന്റെ ഉള്ളത്തിലൊരു പ്രേരണ തരികയാണെങ്കിൽ, അത് ബുദ്ധിയിലെ ചിന്തയാണോ അല്ലയോ എന്ന് ചിന്തിച്ച് സമയം കളയുന്നതിന് പകരം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി കൊണ്ട് അതിനെ അമർച്ച ചെയ്താൽ നിന്റെ ജീവിതത്തിലൊരു വലിയ വിടുതലുണ്ടാകും. ആമേൻ. ആ പ്രവേശനം ഇന്ന് നമ്മൾ ക്യാൻസൽ ചെയ്യാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ആ ഒരു എൻട്രി ഒരുപക്ഷെ നമ്മുടെ കൺസെൻറ്റോടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ അറിവില്ലാതെ ആയിരിക്കാം. ഒരു പ്രവേശനം നടന്നുപോയി. ആ പ്രവേശനത്തിലൂടെ അകത്ത് കയറി ഇരുന്നിട്ട് നിനക്കുള്ളത് എന്തെങ്കിലും തടയുന്ന, എന്തെങ്കിലും ഒരു ഗ്രോത്തിനെ തടയുന്ന എന്തോ ഒന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന്. എല്ലാവർക്കും അല്ല കേട്ടോ, എല്ലാവർക്കും അങ്ങനത്തെ ചിന്തയില്ല, എല്ലാവർക്കും ഒന്നുമില്ല. പക്ഷെ എന്തോ ഒന്ന് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു. പേരില്ലാത്ത ഒരവസ്ഥ, മനുഷ്യരോട് പറഞ്ഞ് ഫലിപ്പിക്കാൻ അറിഞ്ഞുകൂടാത്തൊരവസ്ഥ. നിങ്ങൾ അങ്ങനത്തേക്ക് അവസ്ഥയെ കടന്നു പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഞാൻ കടന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവും.
എന്താണെന്ന് നമുക്കൊരു പാസ്റ്ററോട് പോയി പ്രാർത്ഥിക്കാൻ പറയണമെങ്കിൽ എൻ്റെ അവസ്ഥ പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റണ്ടേ? പക്ഷേ അത് അറിയാത്തൊരവസ്ഥ, എന്തോ ഒരു പ്രശ്നം, എന്തോ ഒരു അസ്വസ്ഥത, എന്തോ ഒരു നെഗറ്റീവ് എനർജി, എന്തോ ഒരു വല്ലാത്തൊരവസ്ഥ എന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി പുറകിലേക്ക് വലിച്ച് എന്നെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ അരികിലേക്കാണ് ഇന്നത്തെ ഈ ദൂതും വിടുതലും പരിശുദ്ധാത്മാവ് അയക്കുന്നത്, ഈ സന്ദേശം അയക്കുന്നത്. നമ്പർ 1, എന്തുകൊണ്ട് സാത്താനെതിരെ എതിർത്ത് നിൽക്കണം? നിങ്ങൾ എന്തിന് സാത്താനെതിരെ എതിർത്ത് നിൽക്കണം? സാത്താൻ നിങ്ങളെ തോൽപ്പിക്കരുതെങ്കിൽ നിങ്ങൾ സാത്താനെ എതിർക്കുന്നവരായിരിക്കണം. കാരണം ഒന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവൻ എതിർക്കുന്നവനാണ്. സാത്താൻ എതിർക്കുന്നവനാണ്. സെഖര്യാവിന്റെ പ്രവചന പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ തിരുവചനം നാം വായിക്കുമ്പോൾ കാണാം, അനന്തരം അവൻ എനിക്ക് മഹാപുരോഹിതനായ യോശുവ യഹോവയുടെ ദൂതന്റെ മുൻപിൽ നിൽക്കുന്നതും സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ അവൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും കാണിച്ചു തന്നു. സെഖര്യാവ് ദർശനം കാണുമ്പോൾ കർത്താവിൻ്റെ അഭിഷിക്തനായ യോശുവ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ പോലും പൊറുതി കൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് യോശുവയുടെ കുറ്റം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി യോശുവയ്ക്ക് ദൈവം കൈമാറാനിരിക്കുന്ന സന്ദേശങ്ങളെ തടയാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അഭിഷിക്തൻ നിന്ന് കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു അഭിഷിക്തൻ നിന്ന് കഴിഞ്ഞാൽ അവിടെ പോയി കർത്താവിൻ്റെ മുഖവും കൊണ്ട് സെലിബ്രിറ്റിയെ കണ്ടേച്ചും വരുന്നത് പോലെ കണ്ടിട്ട് വരാനോ ഒരു സെൽഫി എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ടൊന്നും അല്ല ദൈവം ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ സന്നിധി വിളിക്കുന്നത്. ദൈവത്തിന് എന്തോ ചില കാര്യങ്ങൾ കൈമാറാനുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചതും ദൈവത്തിൻ്റെ പ്രസൻസ് നിങ്ങളെ അനുദിനം അറിയിക്കുന്നതും ദൈവിക ആലോചനകൾ നിങ്ങളെ കൈമാറുന്നതും ദൈവം ജീവിച്ചിരിക്കുന്നു എന്ന് നിങ്ങളെ അറിയിക്കാനല്ല. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ കൈമാറാനുണ്ട്. അതിൽ ഭൂമിയിൽ നിങ്ങൾ പരാജയപ്പെട്ട വ്യക്തിയാണോ, ഭൂമിയിൽ നിങ്ങൾ ടാലൻ്റ് ഉള്ള വ്യക്തിയാണോ, ഭൂമിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഗ്രി ഉണ്ടോ, ഇത് നോക്കിയിട്ടൊന്നുമല്ല ദൈവം ഒരു വ്യക്തിയെ ദൈവത്തിൻ്റെ അരികിലേക്ക് വിളിക്കുന്നത്. കാരണം യോശുവയെ ദൈവം വിളിക്കുന്ന സമയത്ത് യോശുവയുടെ വസ്ത്രം മുഷിഞ്ഞ വസ്ത്രമാണ്. എന്നെ കർത്താവ് വിളിച്ചത് ആ ഒരു അനുഭവത്തിലാണ്, നിങ്ങളെയും അങ്ങനെ തന്നെ ആയിരിക്കും. നമ്മുടെ എല്ലാം മുഷിഞ്ഞ അനുഭവത്തിലാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ വിളിച്ചിട്ടുള്ളത്. അല്ലാതെ കുളിച്ച് സിംബളനായിട്ടിരിക്കുന്ന സമയത്തല്ല കർത്താവ് നമ്മളെ വിളിച്ചിട്ടുള്ളത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കയറി ചെന്ന സാത്താൻ ദൈവം വിളിച്ച യോശുവയെ കുറ്റം ചുമത്താൻ ശ്രമിച്ചു. പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തിയും പിശാചിൻ്റെ ഏറ്റവും വലിയൊരു സ്വഭാവമാണ് അപവാദം പറയുക, കുറ്റപ്പെടുത്തുക, പരദൂഷണം പ്രചരിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യം. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, യഹോവ സാത്താനോട്, സാത്താനെ, യഹോവ നിന്നെ ഭത്സിക്കുന്നു. യെരൂശലേമിനെ തിരഞ്ഞെടുത്തിരിക്കുന്ന യഹോവ തന്നെ നിന്നെ ഭത്സിക്കുന്നു. ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് കൽപ്പിച്ചു. ദൈവത്തിൻ്റെ സന്നിധിയിൽ യോശുവ എന്ന മഹാപുരോഹിതനെ കുറിച്ച് കുറ്റം പറയാൻ നിന്ന യോശുവയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയായി ഇവൻ്റെ കുറവും നിറവും എനിക്കറിയാം. അവനെയും കുറിച്ച് കുറ്റം പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റാൻ വേണ്ടി ഞാൻ നിന്നെ അനുവദിക്കുന്നില്ല. യഹോവ നിന്നെ ഭത്സിക്കുന്നു. ഇന്ന് ഇതിനകത്ത് തീക്കകത്ത് നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ, തീക്കകത്ത് നിന്ന് പുറത്തെടുത്തവരായി നിന്നുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്നവരുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു തീയുടെ അനുഭവത്തിൽ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ചിന്തയിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ, വലിച്ചെടുക്കുന്ന ഒരു കരം കുറുതായി പോയിട്ടില്ല സുഹൃത്തെ. ദൈവം നിന്നെ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നീ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കാനുള്ളവനാണ്. പരിശുദ്ധാത്മാവ് ആരോടൊക്കെയോ പറയുന്നു, പല തീയുടെ അനുഭവത്തിൽ നിന്ന് വലിച്ചെടുത്തിട്ട് ദൈവത്തിൻ്റെ വേലയിലേക്ക് വിളിച്ചു എന്ന് ദൈവം നിനക്ക് അരുളപ്പാട് തന്നിട്ടും സ്വന്തം ഇഷ്ടത്തിലേക്ക് തിരിഞ്ഞ് ഇപ്പോൾ ജീവിതം വീണ്ടും തീയുടെ അനുഭവത്തിൽ എന്നതുപോലെ ഇരിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുന്നു, ദൈവം നിന്നെ അറിയിച്ച ആലോചനയെ നീ അലക്ഷ്യമാക്കി കളയരുത്. യോശുവയ്ക്ക് നറുക്കു വീണു, യോശുവയ്ക്ക് ഇൻവിറ്റേഷൻ കിട്ടി, യോശുവ ദൈവത്തിന്റെ സന്നിധിയിലെത്തി. മോനെ, ഇൻവിറ്റേഷൻ നിന്റെ ജീവിതത്തിൽ വീണാൽ നിനക്ക് ദൈവസന്നിധിയിൽ എത്താൻ പറ്റും. നിന്റെ ജീവിതത്തിലേക്ക് ഒരു ക്ഷണമുണ്ടോ? ദൈവസന്നിധിയിൽ എത്താൻ ഒരു ക്ഷണമുണ്ടോ? നിനക്ക് എത്താൻ പറ്റും. പക്ഷെ ഒരു ദൂത് ഞാൻ മറക്കുന്നില്ല, ഒരു സന്ദേശം ഞാൻ മറക്കുന്നില്ല.
തടസ്സമുണ്ട്, എതിർക്കുന്ന എതിരാളിയുണ്ട്, അപവാദം പറയുന്ന സാത്താനുണ്ട്, കുറ്റം ചുമത്തുന്ന അപവാദിയുണ്ട്, സാത്താനുണ്ട്. ജസ്റ്റ് റൈറ്റ് സൈഡിൽ തന്നെ ഉണ്ട്. ദാ ഇവിടെ നിൽക്കുന്നു. യഹോവയുടെ സന്നിധിയാന്ന് ഓർക്കണം. യഹോവയുടെ സന്നിധിയിൽ സാത്താനും കുറ്റം ചുമത്തുവാൻ കയറി ചെന്നു. പ്രൈസ് ദി ലോർഡ്. 3-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യോശുവ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൂതന്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. 4-ാമത്തെ വാക്യം, അവൻ തൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കി കളവിനെന്ന് കൽപ്പിച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ ഒരു സന്ദേശം കൈമാറുമ്പോൾ, സുഹൃത്തെ, നിങ്ങളുടെ ജീവിതമായിരിക്കാം ഈ മുഷിഞ്ഞ വസ്ത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയിരിക്കുന്ന സംഘർഷങ്ങളായിരിക്കാം ഈ മുഷിഞ്ഞ വസ്ത്രം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെ ആയിരിക്കാം ഈ മുഷിഞ്ഞ വസ്ത്രം. നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഭരണമേറ്റെടുത്തിരിക്കുന്ന ദൈവികമല്ലാത്ത ചില ചിന്തകൾ തന്നെ ആയിരിക്കാം. എത്ര ആട്ടിപ്പായിച്ചു പുറത്തെറിയാൻ ശ്രമിച്ചിട്ടും പോകാതെ അവകാശം ചൊല്ലി നിൽക്കുന്ന ചില ചിന്തകളായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ മുഷിഞ്ഞ വസ്ത്രം. നിന്നെ ദൈവം തള്ളത്തില്ല, നിന്റെ അകത്തിരിക്കുന്ന ചിന്തയെ ദൈവം തള്ളും. ഹല്ലേലൂയ. ഈ മുഷിഞ്ഞ വസ്ത്രമാണ് സാത്താന്റെ അവകാശം. കമോൺ റബബബബബ. നിന്റെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാത്താന് നിൽക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഉണ്ടാകണം. ഒരു വ്യക്തിയുടെ ഇപ്പൊ എൻ്റെ ജീവിതത്തിൽ സാത്താന് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ അറിയുന്നതോ അറിയാത്തതോ ആയിട്ടുള്ളൊരു ലീഗൽ റൈറ്റ് അവനുണ്ടാകണം. എന്നാൽ ദൈവത്തിൻ്റെ നിയമത്തെക്കുറിച്ച്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന റൈറ്റിനെ കുറിച്ച് ഞാൻ ബോധപൂർവം മനസ്സിലാക്കുന്നു എന്നുണ്ടെങ്കിൽ സാത്താന്റെ ലീഗൽ റൈറ്റ്സ് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ സാത്താന്റെ ലീഗൽ റൈറ്റ് എന്താന്ന് ചോദിച്ചാൽ, അശുദ്ധനായി ദൈവസന്നിധിയിൽ നിൽക്കുന്നു. എന്നാൽ ദൈവം തന്നെ സാക്ഷ്യം പറയുന്നു, അവനെ ഞാൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണ്. നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു വിശുദ്ധൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുന്നുണ്ട്. അത് നമ്മളെ പുതിയ നിയമം പഠിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പിശാചിനെ കുറിച്ച് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ തന്നെ ഉയർത്താറുണ്ട്. കർത്താവിന്റെ നന്മകൾക്കെതിരെ വാദിക്കുന്ന പിശാച്, എൻ്റെ ഉയർച്ചയ്ക്കെതിരെ. നമ്മൾ സാത്താനെ ഉയർത്തേണ്ട കാര്യമേ ഇല്ല. പക്ഷേ ഞാൻ സാത്താനെ ഉയർത്തുന്ന വ്യക്തിയല്ല കേട്ടോ. പക്ഷെ ഞാൻ സാത്താന്റെ പ്രവൃത്തികളെ കുറിച്ച് ടീച്ച് ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ സാത്താനെ ഉയർത്തി സംസാരിക്കുന്നതോ സാത്താന് വേണ്ടി ഒരു മെസ്സേജ് ഉണ്ടാക്കുന്നതോ ആയിട്ടുള്ളൊരു വ്യക്തിയല്ല. പക്ഷേ അവൻ്റെ തന്ത്രങ്ങളെ അറിയാത്തതിനാലല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. വിശുദ്ധ തിരുവെഴുത്തുകളെ അറിയാത്തതിനാലല്ലോ ഈ ജാതി തെറ്റിപ്പോകുന്നത്. ഇതൊക്കെ യേശുവിൻ്റെ വാക്കുകളാണ്. അപ്പൊ അവനെക്കുറിച്ച് അറിയണം. അവനെക്കുറിച്ച് അറിഞ്ഞാലേ, ഇപ്പൊ 2+2 4 ആണെന്ന് അറിയാതെ പഠിക്കാതെ എങ്ങനെ ആ കുട്ടിക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നതുപോലെ സാത്താനെ കുറിച്ച് അറിഞ്ഞാലേ, അവന്റെ പ്രവൃത്തികളെ കുറിച്ച് അറിഞ്ഞാലേ, അതിന്റെ ടീച്ചിങ്സ് ഉണ്ടായാലേ അവനെ കാസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അവനെ ഫൈൻഡ് ഔട്ട് ചെയ്യണം, അവനെ കാസ്റ്റ് ഔട്ട് ചെയ്യണം. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഇവിടെ യേശുവിൻ്റെ കർത്താവിൻ്റെ വ്യക്തമായി മനസ്സിലായി, ഇവൻ്റെ മുഷിഞ്ഞ വസ്ത്രമാണ് സാത്താൻ്റെ നോട്ടം. അതാണ് അവൻ്റെ. കാരണം അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചാണല്ലോ ദൈവസന്നിധിയിൽ നിൽക്കുന്നത്. ഈ അപവാദം ചുമത്താനാണ് സാത്താൻ വന്നത്. അതുകൊണ്ട് ദൈവം പറയുന്നു, അവൻ്റെ മുമ്പിൽ നിൽക്കുന്നവരോട് മുഷിഞ്ഞ വസ്ത്രം അവങ്കൽ നിന്ന് നീക്കിക്കളവിനെന്ന് കൽപ്പിച്ചു. പിന്നെ അവനോട്, ഞാൻ നിന്റെ അകൃത്യം നിന്നിൽ നിന്ന് പോക്കിയിരിക്കുന്നു, നിന്നെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കും എന്നരുളി ചെയ്തു. താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളമുടി വെച്ചു കൊടുക്കുന്നതും മറ്റുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പക്ഷെ അതിലേക്ക് പോകുന്നില്ല. ഇന്ന് ഈ സന്ദേശം ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എനിക്ക് ചില പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നിന്നെ വിളിച്ചത് നിന്റെ കുറവുകൾ മനസ്സിലാക്കി തന്നെയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു വ്യക്തി ആകെ മുഴുവനും ചേഞ്ചായി പോകും എന്നുള്ളതിൻ്റെ തെളിവാണ്
യോശുവയുടെ മേലുള്ള മുഷിഞ്ഞ വസ്ത്രം നീക്കുന്നു. യോശുവയുടെ ജീവിതത്തിലെ അകൃത്യം ദൈവം നീക്കുന്നു. യോശുവയുടെ ജീവിതത്തിലെ പാപത്തിന്റെ അവസ്ഥകളെ ദൈവം നീക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ എന്നെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഒരകൃത്യം സാത്താന് നിന്റെ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഒരു പാപം സാത്താന് നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്. ഒരു മറച്ചു വെച്ചിരിക്കുന്ന പാപം, ഒരു നിയമപരമായിട്ടുള്ള ഒരകൃത്യം സാത്താന് നിയമപരമായി നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് യോശുവയുടെ മേൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം നീക്കി അകൃത്യം പോക്കി ശുദ്ധീകരിച്ചതുപോലെ ദൈവം ഇന്ന് നിന്റെ ജീവിതത്തെ, നിന്റെ ഭാവിയെ മൊത്തത്തിൽ മാറ്റാൻ പോകുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഇതാണ് പിശാച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സാത്താൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഉള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യണം? മത്തായി എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 21-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. എന്നെ ഒന്ന് ഇനി ശ്രദ്ധിക്കണേ. ദൈവം പറഞ്ഞു, നിങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതിനെ നീങ്ങാൻ പറഞ്ഞാൽ നീങ്ങും. യേശു പറഞ്ഞു, നിങ്ങൾ പറഞ്ഞാൽ മതി, പാസ്റ്ററെ വിളിക്കണ്ടെന്ന്. ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മതി, പാസ്റ്ററെ വിളിക്കണ്ടെന്ന്. എന്ന് പറഞ്ഞ് പാസ്റ്ററെ വിളിക്കണ്ടെന്നോ പാസ്റ്ററെ വേണ്ടെന്നോ അല്ല കേട്ടോ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, വിശ്വസിക്കുന്നവരോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, നിങ്ങളോട് പറഞ്ഞു, ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. എന്ന് പറഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ ഹെൽപ്പില്ലാതെ നിന്റെ വായിലെ വാക്കുകൊണ്ട് ദൈവം ചില കാര്യങ്ങൾക്ക് നീക്കുപോക്ക് വരുത്തും. പക്ഷേ നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, അടുത്ത പോയിന്റ് ഇതാ, നിങ്ങൾക്ക് ഒന്നും അസാധ്യമാകുകയില്ല. രണ്ടിലധികം കാര്യങ്ങൾ ഈ ഒരു വചനത്തിനകത്ത് നിന്ന് എനിക്ക് പറയാനുണ്ട്. കർത്താവ് ആഗ്രഹിക്കുന്ന പൂർണ്ണതയുള്ള വിശ്വാസം തരത്തില്ല സാധനം. വിശ്വാസത്തിന്റെ മുകളിൽ അവിശ്വാസത്തിന്റെ കോട്ട പണിയുന്നവനാണ് സാത്താൻ. നിങ്ങൾ വിശ്വാസത്തോടൊരു വചനം കേൾക്കും, അത് നിങ്ങൾ ആമേൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ പുറത്ത് സാത്താൻ അടിസ്ഥാനം ഇട്ട് തുടങ്ങും. എന്താണെന്നറിയാവോ? അങ്ങനെ ആണെങ്കിൽ പിന്നെ കഴിഞ്ഞ വർഷവും ഇത് തന്നെയല്ലേ കേട്ടത്, കഴിഞ്ഞ മാസവും ഇത് തന്നെയല്ലേ കേട്ടത്, വേറൊരു ദൈവദാസം വന്നപ്പോഴും ഇതേ ദൂത് തന്നെയല്ലേ പറഞ്ഞത്, അന്ന് ഇങ്ങനെ നടക്കൂന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇതുവരെ നടന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിശ്വാസത്തിന്റെ കോട്ട കിട്ടും. എന്നാൽ കർത്താവ് ഇന്ന് പറയുന്നൊരു കാര്യം ഇതാ, നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്, ചിലതിനോട് കൽപ്പിക്കാൻ തയ്യാറാകണം. നീ പിന്നെ ചിന്തിക്കാൻ സമയം കൊടുക്കരുത്. കടുകുമണിയോളം വിശ്വാസമുള്ളവരോട് ഞാൻ സംസാരിക്കുന്നു. അതിനുശേഷം അടുത്തത് ചിന്തിക്കാൻ തയ്യാറാകരുത്. വിശ്വാസത്തോടെ അധികാരത്തിന്റെ പടവിലേക്ക് കയറാൻ തയ്യാറാകണം. യേശുവിന്റെ നാമത്തിൽ അടുത്തൊരു ദൂതിന് വേണ്ടി കാത്തു നിൽക്കരുത്. കടുകുമണിയോളം വിശ്വാസമുള്ളവനോട് ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ കർത്താവ് പറഞ്ഞില്ല. 3 ദിവസം നീ ഫാസ്റ്റ് ചെയ്യാൻ കർത്താവ് പറഞ്ഞില്ല. കടുകുമണിയോളം വിശ്വാസമുള്ള ജനറേഷനോട് ദൈവാത്മാവ് പറഞ്ഞു, നീങ്ങാൻ പറയടാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ താങ്കളോട് ദൈവാത്മാവിൽ പറയുന്നു, നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫെയ്ത്ത് നിങ്ങളുടെ മേൽ വാഴുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ തലമുറകളുടെ മധ്യത്തിൽ നിൽക്കുന്ന മലയോട് കൽപ്പിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുന്ന മലയോട് കൽപ്പിക്കുക, നിങ്ങളുടെ ദർശനത്തിന് തടസ്സമായി നിൽക്കുന്നതിനോട് കൽപ്പിക്കുക, നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്നതിനോട് കൽപ്പിക്കുക. ഞാൻ യേശുവിന്റെ നാമത്തിൽ ഈ വചനത്തെ സ്വീകരിച്ചു പറയുന്നു. ഈ കൂട്ടായ്മയുടെ വിടുതലിനെതിരായി, ഈ കൂട്ടായ്മയുടെ ഉണർവിനെതിരായി, ഇതിനകത്ത് വ്യാപരിക്കേണ്ട ഡെലിവറൻസിനെതിരായി, ഈ കൂട്ടായ്മയുടെ അഭിവൃദ്ധിക്കെതിരായി, ഈ കൂട്ടായ്മയുടെ നിലനിൽപ്പിനെതിരായി, അഭിഷേകത്തിനെതിരായി നിൽക്കുന്ന സകല ദുഷ്ടന്റെ തടസ്സവാദങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. മരുമോ
സുഹൃത്തെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തോണ്ടല്ല, മറുപടിയെ തടയുന്നൊരു മല അതിന്റെ മധ്യത്തിലുണ്ട്. നിനക്ക് പ്രാർത്ഥിക്കാൻ അറിയാമേലാഞ്ഞിട്ടല്ല, നിന്റെ പ്രാർത്ഥനയെ സ്വർഗത്തിലേക്ക് ഉയരാൻ കഴിയാതെ വണ്ണം തല ഉയർത്ത് നിൽക്കുന്ന ചില മല അതിന്റെ മധ്യത്തിലുണ്ട്. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് അഭിഷേകം ഇല്ലാഞ്ഞിട്ടല്ല, നിന്റെ അഭിഷേകത്തെ മൂവ് ചെയ്യാൻ അനുവദിക്കാതെ തടയുന്നൊരു മല, നിന്റെ നേരെ സൂര്യൻ ഉദിക്കാഞ്ഞിട്ടല്ല, ആ പ്രകാശത്തെ മറയ്ക്കുന്ന ഒരു മല. എല്ലാ നിഴലും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകുന്നു, എല്ലാ തടസ്സവും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകുന്നു, എല്ലാ തടസ്സവാദങ്ങളും ഈ സെക്കൻഡിൽ ക്യാൻസൽ ആകുന്നു. Mighty name of Jesus. ഉപവസിക്കാഞ്ഞിട്ടാ, പ്രാർത്ഥിക്കാഞ്ഞിട്ടാ, പക്ഷെ എന്തോ പ്രകാശത്തെ മറയ്ക്കുന്ന ഒരു മല. നിങ്ങൾക്കൊരു സത്യം അറിയാവോ? ഈ മലയുള്ളതിൻ്റെ പേരിൽ, നമ്മൾ ഓരോരുത്തരും വണ്ടി ഓടിക്കുന്നവരാണേ, ചില സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മലയുള്ളതിൻ്റെ പേരിൽ എത്ര കിലോമീറ്റർ മലയുണ്ടോ അത്രയും കിലോമീറ്റർ നീ ഫ്യൂവല് സ്പെൻഡ് ചെയ്ത് നീ വണ്ടി ദൂരം ഓടിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ഈ മല അവിടെ നിന്ന് അപ്രത്യക്ഷമാകുകയാണെങ്കിൽ 20 കിലോമീറ്റർ നീ ചുറ്റി ഓടിയ നിനക്ക് 1/2 കിലോമീറ്റർ മൂവ് ചെയ്താൽ 20 കിലോമീറ്റർ ചുറ്റി നീ എത്തിയ സ്ഥലത്ത് എത്താൻ പറ്റും. കാര്യം പിടി കിട്ടുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം പിടി കിട്ടിയോ? എന്തുകൊണ്ടാണ് റോഡ് ഗതാഗതത്തിൽ പോകുന്ന അത്രയും താമസം റെയിൽ ഗതാഗതത്തിൽ പോകുമ്പോൾ ഇല്ലാത്തത്? എന്തുകൊണ്ടാണ് റോഡ് ഗതാഗതത്തിലൂടെയും റെയിൽ ഗതാഗതത്തിലൂടെയും പോകുന്ന അത്രയും പോലും താമസം എയർപ്ലെയിനിൽ പോകുമ്പോൾ ഇല്ലാത്തത്? ഭൂമിയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട്, ഭൂമിയിലെ റോഡുമായി യാതൊരു ബന്ധവും ഇല്ലാത്തത് കൊണ്ട്, അത് മലകൾക്ക് മുകളിലൂടെ പറക്കുന്നത് കൊണ്ട്, കുന്നുകൾക്ക് മുകളിലൂടെ പറക്കുന്നത് കൊണ്ട്, നമ്മൾ ഒരു ദിവസം കൊണ്ട് എത്തുന്നിടത്ത് ആ സാധനം 1 മണിക്കൂർ കൊണ്ട് എത്തിച്ചു തരും. നമ്മൾ 1.5 ദിവസം കൊണ്ട് എത്തുന്നിടത്ത് അത് 1.5 മണിക്കൂർ കൊണ്ട് എത്തിച്ചു തരും. അതാണ് മലകളെ കവച്ചു വയ്ക്കാൻ കഴിയുന്ന ഒരഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ, മലകളെ ബ്രേക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു അഭിഷേകം നമ്മുടെ മേലുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് ഇതുപോലത്തെ തടസ്സമുയർത്തി നിൽക്കുന്ന ചിലതിനോടാ ഈ കൽപ്പന. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തടസ്സം നിങ്ങളെ വട്ടം ചുറ്റിക്കുന്നതിനോടാ ഈ ദൂത്, അതിന്റെ മേല ഇതൊരു ചുറ്റിക പോലെ വീണോണ്ടിരിക്കുന്നത്, ഈ ആശയം ഒരു ചുറ്റിക പോലെ വീണോണ്ടിരിക്കുന്നത്. നിങ്ങളെ ചുറ്റിക്കുന്ന ചില പർവ്വതങ്ങളോട് കൽപ്പിക്കാൻ തുടങ്ങുക, നിങ്ങളെ ചുറ്റിക്കുന്ന ചില മലകളോട് കൽപ്പിക്കാൻ തുടങ്ങുക. അതിന് വേറൊന്നും വേണ്ട, കടുകുമണിയോളമുള്ള വിശ്വാസം മതി. ആമേൻ. ശുശ്രൂഷയിലും ചുറ്റിക്കും, ജീവിതത്തിലും ചുറ്റിക്കും. ഹല്ലേലൂയ. കുടുംബത്തിലും ചുറ്റിക്കും, വിദ്യാഭ്യാസത്തിലും ചുറ്റിക്കും, ജോലിയിലും ചുറ്റിക്കും. എവിടെയും തടസ്സമുണ്ടാക്കുക. യോശുവയുടെ മേൽ ഒരു നിയോഗം വെളിപ്പെടാതിരിക്കാൻ ദൈവം കൊടുക്കാനുള്ള ദൈവസന്നിധിയിൽ ഒരു വ്യക്തി നിന്ന് എന്തോ ചെയ്യും? ദൈവസന്നിധിയിൽ നിന്ന് പലതും പ്രാപിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് എന്തൊക്കെ ചെയ്യാറുണ്ട്? നിങ്ങൾ ദർശനം കാണാറുണ്ട്, നിങ്ങൾ ദൈവസാന്നിധ്യം അനുഭവിക്കാറുണ്ട്, നിങ്ങൾ കരയാറുണ്ട്, നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ എവിടുന്നാണ് നിങ്ങൾ പ്രാപിച്ചത്? ദൈവസന്നിധിയിൽ നിന്നാണ്. യോശുവയും ദൈവത്തിന്റെ സന്നിധി കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത എന്തെങ്കിലുമൊക്കെ ദൈവസന്നിധിയിൽ നിന്ന് കിട്ടും. അതിനെ തടയാനാ സാത്താൻ പോയി വലതുവശത്ത് കയ്യും കെട്ടി നിന്നത്. സാത്താന്റെ നോട്ടം മുഴുവനും വസ്ത്രത്തിലാണ്. കാരണം പുള്ളിക്ക് അതല്ലേ പറയാൻ പറ്റത്തുള്ളൂ. യോശുവ എങ്ങനെ കൊടുക്കും? പുള്ളിക്ക് എങ്ങനെ ട്രോഫി കൊടുക്കും? പുള്ളിക്ക് എങ്ങനെ മൊമെന്റോ കൊടുക്കും? പുള്ളിക്ക് എങ്ങനെ ക്യാഷ് അവാർഡ് കൊടുക്കും? പുള്ളിക്ക് എങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കും? പുള്ളി എങ്ങനെ റണ്ണറപ്പ് ആകും? പുള്ളി മുഷിഞ്ഞ വസ്ത്രം ധരിച്ചിരിക്കുകയല്ലേ, ദൈവത്തോട് വാദിക്കാൻ നിന്നതാ. പക്ഷെ ആദ്യമേ ദൈവം സാത്താനെ ശാസിച്ചു. ഞാൻ ആത്മാവിൽ പറയുന്നു, നിനക്കെതിരെ സാത്താൻ വാ തുറക്കുന്നതിന് മുൻപേ എന്റെ ദൈവം അതിന്റെ മുകളിൽ ഒരു കൽപ്പന വയ്ക്കും. നിനക്കെതിരെ സാത്താൻ മൂവ് ചെയ്യുന്നതിന് മുൻപേ ദൂതന്മാരെ ദൈവം അതിന് മുൻപേ അയച്ചു വഴി തുറക്കും. ആത്മതീയാൽ ഗ്രോത്തിൻ ചസ്മാരിയ തേരി. മൈറ്റി ഗോഡ് ഇൻ ജീസസ് നെയിം. ഞാനൊരു അസാധാരണമായ ദൈവശക്തി ഇതിനകത്ത് അനുഭവിക്കുന്നു. നാളെയാണോ നിന്റെ പരീക്ഷ? നിന്നെ ഞാൻ തോപ്പിക്കുമെന്ന് സാത്താൻ അവന്റെ വീടിനകത്തിരുന്ന് ചിന്തിക്കുന്നതിന് മുൻപേ നിന്റെ സക്സസിന് വേണ്ടുന്ന ചലനങ്ങൾ ആത്മമണ്ഡലത്തിൽ സംഭവിക്കും.
ഓ മൈറ്റി ഗാഡ്. ഓ എനിക്കറിയത്തില്ല, ഇത് ഭയങ്കരമാകുന്നൊരു മൂവിലേക്ക് പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിനെ മാറ്റുകയാണ്. നിനക്കൊരു ഉയർച്ച വരുന്ന ദിവസം തന്നെ അതിനൊരു തടസ്സമിടാൻ വേണ്ടി പിശാചും അവന്റെ കൂട്ടായ്മകളും കൂടെ ഒരുമിച്ചിരുന്ന് പദ്ധതി തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ തന്നെ മറ്റൊരു വഴി കൂടെ നിന്നെ ആ സക്സസിലേക്ക് എത്തിക്കാനുള്ള വഴി ദൈവം തുറക്കും. ഒരു വഴി അടഞ്ഞാൽ 9 വഴി തുറക്കുന്നവനാ എൻ്റെ ദൈവം. 9 വഴി സാത്താൻ അടച്ചാൽ 900 വഴി തുറക്കുന്നവനാ എൻ്റെ ദൈവം. 900 വഴിയിലും സാത്താൻ തടസ്സം പറഞ്ഞാൽ 9 ലക്ഷം വഴി തുറക്കുന്നവനാ എൻ്റെ ദൈവം. ആമേൻ. പറയാൻ ധൈര്യമുണ്ടോ? സ്തോത്രം. സാത്താനാണോ വലുത്? എൻ്റെ ദൈവമാണോ വലുത്? എൻ്റെ യേശുവാ വലുത്. പറഞ്ഞേ, എൻ്റെ യേശുവാ വലുത്. സാത്താൻ നമുക്ക് ഭത്സിക്കാൻ ഇട്ട് തന്നേക്കുന്ന സാധനം. അത് വില കൊടുക്കരുത്, അതിന് വില കൊടുക്കരുത്. യേശു എന്താ പറഞ്ഞേ? ഈ മലയോട് നീങ്ങിപ്പോകാൻ കൽപ്പിച്ചാൽ മതി. മലയുണ്ടോയെന്നറിയണം. ആദ്യം മലയുണ്ടോയെന്നറിയണം. 2 കാര്യമുണ്ട്. എല്ലായിടത്തും സാത്താനല്ല. ശ്രദ്ധിക്കുന്നോ? എല്ലായിടത്തും സാത്താനല്ല. ഒരിടത്ത് സാത്താനായിരിക്കാം, മറ്റൊരിടത്ത് സാത്താൻ വെച്ച പ്രവൃത്തിയായിരിക്കാം. ഓ മൈറ്റി ഗാഡ് ഇൻ ജീസസ് നെയിം. വചനം പറയുന്നു, പിശാചിന്റെ തല തകർക്കാനല്ലോ അല്ല, അങ്ങനെയല്ല. പിശാചിന്റെ കൈ വെട്ടാനല്ലോ, അങ്ങനെയുമല്ല. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. അപ്പൊ പിശാചും ഉണ്ട്, അവന്റെ പ്രവർത്തികളും ഉണ്ട്. എല്ലായിടത്തും സാത്താൻ വന്ന് ഇങ്ങനെ കാത്തുകെട്ടി നിൽക്കുന്നൊന്നുമില്ല. അവൻ ചിലയിടത്ത് ചില പ്രവർത്തി ഇട്ടേച്ചും പോകും. ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, അവനോ അവന്റെ പ്രവൃത്തിയോ ഇന്ന് എന്തൊന്നാണെങ്കിലും ഇന്ന് ആ പ്രവൃത്തികളെ അഴിക്കുന്ന ഒരു ദൈവശക്തി ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. അതുകൊണ്ടാണ് പറഞ്ഞത്, മലയ്ക്ക് പകരം സാത്താനെ ശാസിക്കാനല്ല പറഞ്ഞേ. മലയെ കണ്ടിട്ട് യേശുവിന്റെ നാമത്തിൽ സാത്താനെ വിട്ടുപോയി പോകത്തില്ല. മലയെ മല എന്ന് തന്നെ അഡ്രസ് ചെയ്യണം. മലയെ മല എന്ന് തന്നെ അഡ്രസ് ചെയ്യണം. അപ്പൊ നിങ്ങൾ ദീപു പാസ്റ്ററെ അല്ലെങ്കിൽ ദീപു എന്ന് നിങ്ങൾ എന്നെ വിളിക്കണമെങ്കിൽ എൻ്റെ പേര് പറഞ്ഞ് വിളിക്കണം. എന്നെ നിങ്ങൾ ശരത്തെ എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ? ഞാൻ തിരിഞ്ഞു പോലും നോക്കത്തില്ല. കാരണം എൻ്റെ പേര് അതല്ലല്ലോ. ഇതുപോലെയാണ് പിശാചിൻ്റെ പ്രവർത്തികൾ, അവൻ്റെ പ്രവർത്തികൾ. അങ്ങനത്തെ ഒരു തീ ഇതിനകത്ത് കത്തുന്നുണ്ട് കേട്ടോ. അവൻ്റെ പ്രവർത്തികളെ അഴിക്കാൻ, അവൻ്റെ നീ കണ്ണടച്ചിരിക്കും, നീ കണ്ണ് തുറന്നിരിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തി ഇന്നതാണെന്ന് കാണിക്കുന്ന ഒരു ആത്മമണ്ഡലം എനിക്ക് ദൈവം തുറന്നു തരും. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? എത്ര പേർക്ക് അത് ഏറ്റു പറയാൻ പറ്റും? എത്ര പേർക്ക് അത് ആമേൻ പറയാൻ പറ്റും? ഈ ബ്രാക്കറ്റിൽ ഒരു കാര്യം ഇട്ടേക്കുക, എങ്കിലും ഉപവാസത്താലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല. അപ്പോൾ എന്തുവാ പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കാൻ, അല്ലെങ്കിൽ അവൻ നമ്മെ തോൽപ്പിക്കാതിരിക്കാൻ? അവൻ തോൽപ്പിക്കാതിരിക്കാൻ എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അതെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവൻ തോൽപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപവസിക്കാൻ എന്നെ കിട്ടത്തില്ലെന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എനിക്ക് അവരെ വേണം. അവൻ്റെ പ്രവൃത്തികളെ തകർക്കാൻ വേണ്ടി ഞാൻ ഉപവസിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് അവരെ വേണം. എനിക്ക് അവരെയാണ് വേണ്ടത്. പിശാചിൻ്റെ പ്രവൃത്തിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടൊരു ഉപവാസം എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്, ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. എനിക്കെൻ്റെ അബ്ബായോട് ചേർന്നിരിക്കാനുള്ള ഉപവാസമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരെ വേണം, എനിക്കവരെ ഇഷ്ടമാണ്. പിശാചിനെ ജയിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഉപവസിക്കണ്ട. ഞാൻ എൻ്റെ അപ്പായുടെ കൂടെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഉപവസിക്കുമ്പോൾ പിശാചിനെ ഞാൻ ജയിക്കും. അതാ അതിൻ്റെ ശരി. സാത്താൻ എൻ്റെ ഒരു സബ്ജക്റ്റ് ആണെങ്കിലല്ലേ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടി ഉപവസിക്കേണ്ട കാര്യമുള്ളൂ. ആം ഐ റൈറ്റ്? അല്ലേ? അവൻ എൻ്റെ സബ്ജക്റ്റ് യേശുവാണ്, എൻ്റെ സബ്ജക്റ്റ് ക്രൈസ്റ്റ് ആണ്, എൻ്റെ സബ്ജക്റ്റ് എറ്റേണൽ ലൈഫാണ്, എൻ്റെ സബ്ജക്റ്റ് ലവ് ആണ്, എൻ്റെ സബ്ജക്റ്റ് ആടുകളാണ്, എൻ്റെ സബ്ജക്റ്റ് ആത്മാക്കളാണ്. അതൊക്കെയാണ് സബ്ജക്റ്റ്. സാത്താൻ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റേ അല്ല. ഹല്ലേലൂയ. അപ്പൊ പിന്നെ ഞാൻ ആ സബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഫാസ്റ്റ് ചെയ്യാനിരിക്കണ്ടല്ലോ. ഞാൻ എൻ്റെ അബ്ബായുടെ കൂടെ ചേർന്നിരിക്കാൻ ഞാൻ ഉപവസിക്കും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പ്രസൻസ് അനുഭവിക്കാൻ ഞാൻ ഉപവസിക്കും.
തീരുമാനം മാറി തുടങ്ങുന്നില്ലേ? ചില വഴികൾ തുറക്കാൻ വേണ്ടി ഞാൻ ഉപവസിക്കുന്നു. നോ, ഞാൻ എൻ്റെ അബ്ബായുടെ കൂടെ ചേർന്നിരിക്കാം, വഴി തുറക്കും. പൗലോസ് ശ്ലീഹ കാരാഗ്രഹത്തിൻ്റെ ഡോറ് തുറക്കാൻ ഫാസ്റ്റ് ചെയ്തായിരുന്നോ? ഉപവസിച്ചോ? പ്രാർത്ഥിച്ചോ? ആൻസർ ദാ. പുള്ളിയെ, അദ്ദേഹത്തെയും പൗലോസിനെയും ശീലാസിനെയും കാരാഗ്രഹത്തിനകത്തിട്ടു, അടച്ചു, അവരെ ബന്ധിച്ചു, ശുശ്രൂഷ ബന്ധിച്ചു, യാത്ര ബന്ധിച്ചു, എല്ലാം ബന്ധിച്ചു. ആ ഡോറ് തുറക്കാൻ വേണ്ടി അവർ ഫാസ്റ്റ് ചെയ്തോ? ആ ഡോറ് തുറക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചോ? ആരുടെയെങ്കിലും മനസ്സിൽ കർത്താവെ നീ തോന്നിക്കണേ എന്നും പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചോ? അവരെല്ലാ ദിവസവും ചെയ്യുന്ന കാര്യം ഒന്നും കൂടെ ചെയ്തു വെടിപ്പായി. എന്താ അത്? അർദ്ധരാത്രിയിൽ അവർ കർത്താവിനെ പാടി സ്തുതിച്ചു. അത് അവർ തുറക്കപ്പെട്ട സ്ഥലത്ത് അവർ കിടക്കുമ്പോഴും, മരത്തണലിൽ കിടക്കുമ്പോഴും, വഴി യാത്രയിൽ ഒരു ദിവസം അവർ അന്തിയുറങ്ങാൻ കിടക്കുമ്പോഴും എല്ലാം അവർ ചെയ്യുന്ന കാര്യം തന്നെയാണ് കാരാഗ്രഹത്തിനകത്ത് നിന്ന് ചെയ്തു എന്നേ ഉള്ളൂ വ്യത്യാസം. തൽഫലമായി എന്തുണ്ടായി? തുറക്കാൻ പറയാതെ ഡോറ് തുറന്നു. ഇന്ന് ഈ സന്ദേശത്തോടുകൂടെ നിങ്ങൾ കാണിക്കുന്നൊരു ഭയങ്കര താല്പര്യമുണ്ടല്ലോ, ഇതൊരു ഉപവാസമാണ്. ഈ സന്ദേശത്തോട് നിങ്ങൾ കാണിക്കുന്നൊരു വല്ലാത്ത ഒരു ആത്മബന്ധം ഉണ്ടല്ലോ, ഇത് ഉപവാസമാണ്. ഉപവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടും കടലയും മാറ്റിവെച്ച്, രാവിലത്തെ ചായയും മാറ്റിവെച്ച്, കാഞ്ഞവെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതമല്ല ഉപവാസം. ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ ചേർന്ന, അതിനകത്ത് ദൈവത്തിൻ്റെ വചനം കാണും, അതിനകത്ത് ആത്മാവിൻ്റെ പ്രാർത്ഥനകൾ കാണും, അതിനകത്ത് കണ്ണുനീര് കാണും, അതിനകത്ത് അബ്ബാ എന്നുള്ള വിളി കാണും, അതിനകത്ത് ദൈവ വചനം കാണും, അതിനകത്ത് വർഷിപ്പ് കാണും, അതിനകത്ത് കയ്യടി കാണും, പലതും കാണും. ഈ ലിസ്റ്റിനകത്ത് ഇല്ലാത്ത കാര്യങ്ങളും കാണും. നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ എന്തൊക്കെ ദൈവം നിന്നെ കൊണ്ട് ചെയ്യിക്കുന്നു, അതാണ് ഉപവാസം. ഉപവസിക്കുക, അവനോട് കൂടെ ഉപവസിക്കുക. അങ്ങനത്തെ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സാധാരണ സബ്ജക്റ്റ് അല്ല. അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുക എന്നുള്ളതാണ് എൻ്റെ റൈറ്റ്. എൻ്റെ റൈറ്റ് അത്. അവൻ്റെ പ്രവൃത്തികളെ അഴിക്കുക. ഒന്നും ഒരു നാളും നിനക്ക് ഒരു ദോഷവും വരുത്തത്തില്ലെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ഒന്നും ഒരു നാളും ഒരു ദോഷവും വരുത്തത്തില്ലെന്നാ കർത്താവ് പറഞ്ഞേക്കുന്നത്. ആമേൻ. എൻ്റെ സമയം ഒത്തിരി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ തകർക്കാനല്ല, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കുക. അന്നേരം സാധാരണ സംഭവിക്കുന്ന കാര്യം തന്നെ, അഴിഞ്ഞോളും. യേശു മിനിസ്ട്രിക്ക് സ്ട്രഗിൾ ചെയ്തിട്ടില്ല. കാര്യം എന്താ? എപ്പോഴും ഉപവാസവും പ്രാർത്ഥനയും കർത്താവിൻ്റെ ഒരു രീതിയായിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം, ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണമെന്ന് പറയുന്നു. ആ സർവായുധവർഗം എന്തൊക്കെയാണ് എന്നുള്ളത് 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾക്കകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ടെന്നും നാം സാത്താനോട് എതിർത്ത് നിൽക്കാനുള്ളവരാണെന്നും അതിന് സർവായുധവർഗം ധരിക്കണമെന്നും അവിടെ പഠിപ്പിക്കും. നിങ്ങൾ വായിച്ചാൽ മതി, സമയക്കുറവോട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ നിങ്ങൾക്ക് തകർക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരായതുകൊണ്ട് നിങ്ങൾ ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിക്കണം. പക്ഷെ എനിക്ക് 1-2 കാര്യം പറയാതിരിക്കാൻ വയ്യ. സർവായുധ വർഗം എന്ന് പറയുമ്പോൾ ഒരിടത്ത് തോക്കും, ഒരിടത്ത് പേനാക്കത്തിയും, ഒരിടത്ത് അരിവാളും, ഇതിനെക്കുറിച്ചല്ല പറയുന്നത്. റൈറ്റ് എന്ന് പറയുന്നതിനകത്തൊരു റൈറ്റ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവകാശം എന്ന് പറയുന്നതിനകത്തൊരു അർഹതയുണ്ട്. അർഹത, അതാണ് അവകാശം എന്ന് പറയുന്നതിനകത്തൊരു അർഹത ഉണ്ടാകണം. +2 പഠിക്കുന്ന ഞാൻ, ജയം എൻ്റെ അവകാശം. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് നോക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. എൻ്റെ ക്ലാസ്സിലെ സാർ അല്ലെങ്കിൽ ടീച്ചർ ആൻസർ ഷീറ്റ് നോക്കി എനിക്ക് വാല്യുവേഷൻ നടത്തി തരിക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ജയിക്കുക എന്നുള്ളത് എൻ്റെ അവകാശമാണ്. ഞാൻ ജയിച്ചാൽ എന്നെ തോൽപ്പിക്കാൻ പാടില്ല, എൻ്റെ അവകാശമാണ്. വേണമെങ്കിൽ എനിക്കത് ഒന്നും കൂടെ വാല്യുവേഷൻ എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ അതിനെ നോക്കി പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അതും എൻ്റെ അവകാശമാണ്.
പക്ഷേ ജയിക്കാൻ എനിക്കൊരു അർഹത ഉണ്ടാവണം. കാരണം എനിക്ക് 7 പരീക്ഷ ഉണ്ടെങ്കിൽ 7 പരീക്ഷയ്ക്ക് ഞാൻ പോയി കൃത്യമായിട്ട് ഞാൻ 10 പേപ്പറിനകത്ത് നിറച്ച് എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എഴുതിയതിനകത്ത് വല്ല കഴമ്പും ഉണ്ടാവണം. ചുമ്മാ ഗ്യാസ് കയറ്റി വെച്ചേച്ച് കാര്യമില്ല. 10 പേപ്പർ എഴുതി 10 പേപ്പറിനകത്ത് ഗ്യാസ് കയറ്റി വെച്ചിട്ട് കാര്യമില്ല. എക്സാം എഴുതിയവർക്കൊക്കെ ഇപ്പോൾ ചിരി വരുന്നുണ്ടായിരിക്കും. കാരണം നമ്മൾ ഒരു എസ്സേ ഒക്കെ നമ്മൾ എന്തെല്ലാം ഗ്യാസ് കയറ്റിയാ 2 പേപ്പർ കഴിച്ചത് സാറേ എന്നുള്ള നമ്മളിപ്പോൾ ചിന്ത വരുവാ. ഞാനും ഉണ്ട് ആ കൂട്ടത്തിൽ. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ എഴുതി കയറ്റി സംഭവം വലിയ എസ്സേ ഒക്കെ ആക്കിയാണ് സാറിൻ്റെ കൈ കൊണ്ട് കൊടുക്കുന്നത്. അവരിരുന്ന് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് മാർക്ക് ഇട്ടതുകൊണ്ട് ജയിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ എന്നാലും അതിനകത്ത് കണ്ടന്റ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാതിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടന്റ് ഉണ്ടായിരുന്നു. എല്ലാം എഴുതുമ്പോൾ കണ്ടന്റ് കാണും അതിനകത്ത്. ഇപ്പോഴും ഓരോ മെസ്സേജിന് കണ്ടന്റ് ഇടുന്ന പോലെ തന്നെ അന്ന് എഴുതുന്ന കാര്യത്തിനകത്ത് കണ്ടന്റ് ഉണ്ട്. പിന്നെ 2 ആശയമൊക്കെ എൻ്റെ ആശയം കൂടെയൊക്കെ കാണും, എൻ്റെ കണ്ടുപിടുത്തമൊക്കെ കാണും. അത് ഞാൻ മറക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ എക്സാം ഞാൻ എഴുതിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജയിക്കാനുള്ള അർഹത എനിക്ക് വേണം. ജയിക്കാനുള്ള അർഹത വേണം. ക്രിസ്തീയ ജീവിതത്തിൽ അങ്ങനെ റൈറ്റ്. പിശാചിനെ നമുക്ക് പുറത്താക്കാനുള്ള അധികാരമുണ്ട്. പക്ഷെ അതിനുള്ള അർഹത നമുക്ക് വേണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയും. എന്താണ് അർഹത? അർഹതയെക്കുറിച്ചാണ് സർവായുധവർഗം എന്ന വാക്കുകൊണ്ട് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും സത്യമുള്ള ജീവിതമായിരിക്കണം. നീതി എന്ന കവചം ധരിച്ചും ഏത് പ്രവർത്തിക്കകത്തും ഒരു നീതി ഉണ്ടായിരിക്കണം. സമാധാന സുവിശേഷത്തിനുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും സമാധാന സുവിശേഷത്തിനുള്ള ഒരു ഒരുക്കം നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ കെടുക്കാനല്ല, ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കേണ്ടതിന് അവനൊരു കംപ്ലീറ്റ് പാക്കേജാണ് ഇങ്ങോട്ടേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഒക്കെയും തകർത്ത് നശിപ്പിക്കാനുള്ള ഒരു പുതിയ അയൺ ഡോം എൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ആമേൻ. ഒരു പുതിയ ആയുധം എൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ഒരു പുതിയ കണ്ടുപിടുത്തം എൻ്റെ കയ്യിലുണ്ടായിരിക്കണം. ഒരു പുതിയ അഭിഷേകം എൻ്റെ കയ്യിലുണ്ടായിരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ. കണ്ടോ, ക്രിസ്തീയ ജീവിതത്തിൽ സാത്താനെ തോൽപ്പിക്കാൻ ഒറ്റ കാര്യമേ ഉള്ളൂ: നീതി, സത്യം, നീതി, ധർമ്മം വെടിഞ്ഞ ഒരു ജീവിതം ഉണ്ടാകരുത്. അല്ലാതെ ഞാൻ ഇന്നലെ അവിടുത്തെ പവർ മീറ്റിങ്ങിൽ പോയി പുതിയത് പ്രാപിച്ചേച്ച് വന്നതാ പിശാച് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകുന്നു പറഞ്ഞാൽ ആ സാർ പോകത്തില്ല. ആദ്യം നീ നിന്റെ ജീവിതം വെടിപ്പാക്കടാന്ന് പറയും. എന്നിട്ട് നീ എന്നോട് കൽപ്പിക്കുന്നു പറയും. അല്ലേ പറയടാ നിന്നേക്കാൾ വിശുദ്ധനാ ഞാനെന്ന് പുള്ളി ഇങ്ങോട്ട് പറയും. വാദിക്കും. സോ സത്യം, നീതി, ധർമ്മം വിട്ടൊരു ജീവിതം ഒരു ദൈവ പൈതലിനുണ്ടാകരുത്. ഇത് കർത്താവ് ഒരു ദൈവ പൈതലിനോട് പറയുന്നതല്ല, മുഴുവൻ മാനവരാശിയോടും പറയുന്നൊരു ദൂതാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ദൂതൊന്നുമല്ല. ഇതെല്ലാ മനുഷ്യരോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മഹാസത്യമാണ്. സത്യം, നീതി, ധർമ്മം ഇത് വിട്ടൊരു ജീവിതം ഉണ്ടാകരുത്. മര്യാദയ്ക്ക് ജീവിക്കുക, അത്രയേ ഉള്ളൂ. ഒറ്റ വാക്ക്. ആരെയും തട്ടിക്കരുത്, ആരെയും വെട്ടിക്കരുത്, ആർക്കെതിരെയും കള്ളപ്രചരണം പറയരുത്, ആർക്കെതിരെയും കള്ളസാക്ഷ്യം പറയരുത്, ആരുടെയും വക മോഷ്ടിക്കരുത്, ആരുടെ ഭാര്യയും പോയി എടുക്കരുത്, ആരുടെ ഭർത്താവിനെയും പോയി എടുക്കരുത്, ഒരു കുടുംബത്തിനകത്തും കയറി കുടുംബകലഹം ഉണ്ടാക്കരുത്. സത്യം, നീതി, ധർമ്മം. ഒരുത്തരും കൊടുക്കാനുള്ളതിനെ വെട്ടിച്ചുരുക്കരുത്. ഒരുത്തൻ്റെയും നന്മയെ പിടിച്ചു പറിക്കരുത്. ഒരുത്തൻ്റെ വകയും അപഹരിക്കരുത്. അവിടെ വരും കാരണം അവന് റൈറ്റ് ഉണ്ട്, ചോദിക്കാൻ റൈറ്റ് ഉണ്ട്. എനിക്കൊരു ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് വേണമെങ്കിൽ ഞാൻ ഫിനാൻഷ്യൽ കാര്യങ്ങൾക്കകത്ത് ഞാൻ സുതാര്യതയുള്ളവനായിരിക്കണം. എനിക്കൊരു സ്ഥാനക്കയറ്റം എൻ്റെ ജോലിയിൽ വേണമെങ്കിൽ ഞാൻ എൻ്റെ ജോലിയിൽ മര്യാദയ്ക്ക് ചെയ്യുന്നവനായിരിക്കണം. എനിക്കെൻ്റെ ഫാമിലിക്കകത്ത് ഒരു സമാധാനം വേണമെങ്കിൽ എനിക്ക് വേറെ ലൈൻ വലിക്കുന്ന സ്വഭാവം ഇല്ലാതിരിക്കണം. എനിക്കെൻ്റെ ശുശ്രൂഷയ്ക്കകത്തൊരു ബ്ലെസ്സിങ് വേണമെങ്കിൽ നിഷ്കളങ്കമായി കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുന്നവനായിരിക്കണം. തെറ്റുകുറ്റങ്ങൾ എങ്ങാനും കയറാൻ വന്നാൽ ആ സെക്കൻഡിൽ അതിനെ ശാസിച്ച് പുറത്ത് കളയാൻ കഴിയുന്നവനായിരിക്കണം. തെറ്റുകുറ്റങ്ങളൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും വരും. പക്ഷേ അതിനെ തകർത്തു തോൽപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവിക നിയോഗം എപ്പോഴും അകത്ത് ചലിക്കുന്നവനായിരിക്കണം. രക്ഷയെന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. ഈ നിലയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ പിശാചിൻ്റെ പ്രവൃത്തികൾ വരും, പ്രലോഭനങ്ങൾ വരും, അവൻ അതിനെ തകർത്തെറിഞ്ഞു കളയും.
അവൻ അതിനെ തകർത്തെറിഞ്ഞു കളയും. 1 പത്രോസ് 5:9 കൂടെ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 1 പത്രോസ് 5:9. 1 പത്രോസ് 5:9. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് 8 മുതലാണ് 8-9. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവനായി അവനോട് എതിർത്തു നിൽപ്പിൻ. വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പിൻ. വിശ്വാസത്തിലെ സ്ഥിരത സാത്താന് ഭയമാണ്. വിശ്വാസ ജീവിതത്തിലെ വിശുദ്ധി സാത്താന് ഭീതിയാണ്, അങ്കലാപ്പാണ്. കാര്യം എന്താ? അവനെ തകർക്കാൻ ആ ഒരു കാര്യം തന്നെ ധാരാളമാണ്. ദൈവത്തിൻ്റെ ഹോളിനെസ് വെളിപ്പെടുന്നിടത്ത് സാത്താന് നിൽക്കാനോ നോക്കാനോ പറ്റത്തില്ല. ദൈവത്തിൻ്റെ ഹോളിനെസ്സിലേക്ക് സാത്താന് നോക്കാനൊക്കത്തില്ല. കാരണം ആ ഹോളിനെസ് അവൻ്റെ കണ്ണിനെ കത്തിക്കുന്ന ഒന്നാണ്. അവിടുത്തെ വർഷിപ്പ് എന്ന് പറയുന്നത് സാത്താനെ കരിച്ചു കളയുന്ന ഒന്നാണ്. അപ്പോൾ വിശുദ്ധിയുടെ മധ്യത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന സാത്താന് തടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? വിശുദ്ധിയുടെ മധ്യത്തിൽ നിന്ന്, ഒരു വിശുദ്ധൻ്റെ ജീവിതത്തിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന, ഒരു വിശുദ്ധൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന കൽപ്പന അവന് തടുക്കാൻ പറ്റത്തില്ല. അവന് നിൽക്കാൻ പോലും പറ്റത്തില്ല. അതിനെ നോക്കാനോ അതിൻ്റെ ആ കൽപ്പനയുടെ വിട്ടുമാറ് എന്ന വാക്കിനകത്ത് വെളിപ്പെടുത്ത കാറ്റിൻ്റെ അരികിൽ പോലും അവന് നിൽക്കാനൊക്കത്തില്ല. കാരണം അത് പൂർണ്ണ ധൈര്യത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ പ്രാഗൽഭ്യത്തോടും ഉള്ള കൽപ്പനയാണ്. അതിൻ്റെ മധ്യത്തിൽ അവന് നിൽക്കാനൊക്കത്തില്ല. അതിൻ്റെ മധ്യത്തിൽ വന്ന് നിന്ന് കൊഞ്ഞനം കാണിക്കാനൊക്കത്തില്ല സാത്താന്. നമ്മൾ എന്തുവാ ചോദിക്കേണ്ടത്? അപ്പാ, കൂടുതൽ അങ്ങയുടെ സന്നിധിയിൽ ഇരിക്കാനുള്ള കൃപ. കൂടുതൽ ഉപവസിക്കാൻ. ഏതുപവാസം? ദൈവത്തോടു കൂടെ ചേർന്നുള്ള ഉപവാസത്തിനുള്ള കൃപ. കൂടുതൽ ആ ദൈവവചനത്തോടും എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6:11 മുതൽ 16 വരെ പറയുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു അവകാശം, അതിനുള്ളൊരു കൃപ. പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് തോൽപ്പിക്കുവാനുള്ളൊരു കൃപ എനിക്ക് വേണം. അതല്ലേ നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടേ? അതിനു വേണ്ടിയല്ലേ നമ്മൾ പ്രാർത്ഥിക്കേണ്ടേ? എന്നാൽ എല്ലാ ദൈവമക്കളും ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ ഏഞ്ചൽസ് ഇതിനകത്ത് നിൽക്കുന്നു. The Lord in the Shelbrahas Labasi Mahalkanis Shebrato Goshataiba Enter Rakemana Holy Enter Bara Sekorava Bashal Braba Labas Command to Seria Lema Mama പ്രാർത്ഥിച്ചു തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഏത് മേഖലകൾക്കാണോ ഒരു ബ്രേക്ക് ത്രൂ വേണ്ടത്, ആ മേഖലയിൽ ഞാൻ വിശ്വസ്തനായിരിക്കട്ടെ. എൻ്റെ ജീവിതത്തിൽ ഏത് കാര്യങ്ങളിലാണോ ഒരു വിടുതൽ വേണ്ടത്, ഞാൻ വിടുതൽ വേണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ആ കാര്യത്തിനകത്ത് ഞാൻ നിഷ്കളങ്കനായിരിക്കട്ടെ. പിശാചിന് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലകളിലും വന്ന് അവകാശം പറയാനില്ലാത്ത തരത്തിൽ സുതാര്യമായ ഒരനുഭവം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറട്ടെ. നിങ്ങൾ എത്ര പേർ അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഒരു അസാധാരണമായ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഇതിനകത്ത് പലർക്കും ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം, ഒരു പാപബോധത്തിൻ്റെ അനുഭവം, ചില കാര്യങ്ങളെക്കുറിച്ചുള്ള, തെറ്റുകളെക്കുറിച്ചുള്ള, കുറ്റങ്ങളെക്കുറിച്ചുള്ള, പിഴവുകളെക്കുറിച്ചുള്ളൊരു അവബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരുന്നു. നിന്നെ വിധിക്കാനല്ല കുഞ്ഞെ. യോശുവയെക്കുറിച്ച് ദൈവം സാത്താനോട് തന്നെ വാദിച്ചതുപോലെ, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട കൊള്ളിയല്ലയോ എന്ന് ചോദിച്ചതുപോലെ നിന്നെ ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പിശാചിനെ മേലാൽ നിങ്ങളുടെ ജീവിതത്തിൽ കയറി ക്ലൈം ചെയ്യാൻ പറ്റാത്തതുപോലെ ദൈവം അതിനെ ബാൻ ചെയ്യുന്നത്. ഏറ്റുപറയുക. ദൈവസന്നിധിയിൽ എവിടെയെങ്കിലുമൊക്കെ
സാത്താൻ എന്തെങ്കിലുമൊക്കെ അവകാശങ്ങൾ നാം നിയമപരമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ അത്, കർത്താവേ, ഞാൻ സാത്താന് നിയമപരമായി എൻ്റെ ജീവിതത്തിൽ അവകാശം കൊടുത്തുപോയി, ഞാൻ ഇപ്പോൾ അത് തിരിച്ചറിഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തത്തിൽ ആ അവകാശത്തെ ഛേദിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സാത്താൻ പുറപ്പെട്ടു പോയിരിക്കും. ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇത് വായിക്കൊണ്ട് ഏറ്റുപറയുന്നവന്റെ ജീവിതത്തിനകത്തൊരു ഡെലിവറൻസ് നടക്കുന്നു. ഇത് വായിക്കൊണ്ട് ഏറ്റുപറയുന്നവന്റെ ജീവിതത്തിൽ സാധാരണ ലീഗലി ഞാൻ കൊടുത്ത എല്ലാ റൈറ്റും ഞാൻ കട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഡെലിവറൻസ് ഇതിനകത്ത് ആരംഭിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവരുടെ മേൽ അത് സംഭവിക്കട്ടെ. യൂട്യൂബിൽ ഞങ്ങളെ കാണുന്നവരുടെ മേൽ, സൂമിൽ കാണുന്നവരുടെ മേൽ ആ ഡെലിവറൻസ് ഇപ്പോൾ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ഓ ശബബബബയ ശിഖമോനോ ഹോലിയോ സിമാരെനോസി റമഗസി അർഥൂനരഗൽ ധാരിയാംസി. In the almighty name of Jesus, Korabashekenia. പ്രാർത്ഥിക്കുക ദൈവമക്കളെ, എന്തോ അസാധാരണമായ ഒരു ദൈവിക ഇടപെടൽ ജീവിതത്തിനകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അസാധാരണമായ ദൈവിക ഇടപെടൽ. മനുഷ്യൻ ഇടപെടാത്ത കാര്യങ്ങൾക്കകത്ത് ദൈവം ഇടപെടുന്നു. നീ കൺസെന്റ് ദൈവത്തിന് കൊടുക്ക. നിന്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള കൺസെന്റ് സാത്താനിന്ന് ക്യാൻസൽ ചെയ്യുക. ആ കൺസെന്റ് ദൈവത്തിന് കൊടുക്ക. നിന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന മലകളെ ശാസിക്കാൻ ഇപ്പോൾ ദൈവം നിന്നെ എഴുന്നേൽപ്പിക്കും. നിന്റെ ജീവിതത്തിന്റെ മധ്യത്തിൽ നിൽക്കുന്ന മലകൾ, ശുശ്രൂഷയ്ക്ക് മധ്യത്തിൽ നിൽക്കുന്ന മലകൾ, വെളിപ്പാടുകൾക്കും ദർശനങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും മധ്യത്തിൽ നിൽക്കുന്ന മലകളോട് ശാസിക്കാൻ ദൈവം ഇപ്പോൾ നിന്നെ എഴുന്നേൽപ്പിക്കും. In the mighty name of Jesus. മഹോന്നതനെ ശമമമമമമമസിയ ലിപതബതബതബ. Holy Spirit, നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ചേർന്ന് പാടിയേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചോരിഞ്ഞാതാ ദിവ്യ സ്നേഹമേ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. പിതാവേ, ഈ സ്നേഹം ഞങ്ങൾ തിരിച്ചറിയുന്നു. ഈ സ്നേഹം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ അവിടുന്ന് തന്നിരിക്കുന്ന അവസരത്തിനെ ഞങ്ങൾ ഇപ്പോൾ സ്വീകരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പാപങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ, എല്ലാ അകൃത്യങ്ങൾ, ലംഘനങ്ങൾ തിരുമേനിയുടെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അതിനാലൊക്കെ തന്നെയും സാത്താനെ നിയമപരമായി ഞങ്ങളുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ മിനിസ്ട്രിയിൽ, ഞങ്ങളുടെ നന്മകളിൽ, ഞങ്ങളുടെ ബ്ലെസ്സിങ്സിൽ, ഞങ്ങളുടെ വാഗ്ദത്തത്തിന്മേൽ ലഭിച്ച എല്ലാ ലീഗൽ റൈറ്റ്സ്
ഇപ്പോൾ ഞങ്ങൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിലും യേശുവിന്റെ രക്തത്തിന്റെ അനന്തമായ യോഗ്യതയിലും ആശ്രയിച്ച് ആ ലീഗൽ റൈറ്റ്സ് ക്യാൻസൽ ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ കർത്താവേ, ഞങ്ങളെ ആശ്വസിപ്പിക്കുവാൻ അവിടുത്തെ വിശുദ്ധ ദൂതന്മാരെ അയക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ഞങ്ങളെ ശക്തീകരിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഈ സഭയെ ദൈവകരങ്ങളിലേക്ക് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ മഹാസാന്നിധ്യം, ദൈവത്തിന്റെ മഹാകരുണ, ദൈവത്തിന്റെ മഹാശക്തി ഞങ്ങളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആവസിക്കുമാറാകട്ടെ. രാവിലും പകലിലും നടക്കുന്ന എല്ലാ മീറ്റിംഗ്സിന്റെ മേലും ഒരു ദിവ്യ അഭിഷേകം ഇന്നു മുതൽ ഇന്നു മുതൽ അതിശക്തമായി വ്യാപരിക്കണമേ. ഓരോ സന്ദേശങ്ങളെയും ലിമിറ്റ് ചെയ്യുന്ന എല്ലാ സാത്താനിക ബൗണ്ടറികളെയും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്ത് കളയുന്നു. പുതുജനങ്ങളിലേക്ക് അത് വ്യാപരിക്കട്ടെ. വ്യാപരിച്ചത് അറിയുന്ന ജനം മുഴുവനും കർത്താവിന്റെ സന്നിധിയിൽ ഉറയ്ക്കുമാറാകട്ടെ. അതിനേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ.